ഇറാൻ വാറിൻ്റെ എക്കണോമിക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തെ ഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെല്ലാം ഓയിൽ പ്രൊഡക്ഷനുണ്ട്. അപ്പോൾ അവർക്ക് ഓയിലിൻ്റെ വില കൂടിയിരിക്കുന്നതാണ് നല്ലത്. രണ്ടാമത്, മിലിറ്ററി ബഡ്ജറ്റുകൾ ഓരോ കൺട്രീസും അവർ ഓൾറെഡി സ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ബഡ്ജറ്റ് ചെയ്തു അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ആ ഒരു പീസ് ഡീൽ എന്ന് പറയുന്നത് ഒരു സറണ്ടർ ആയിട്ടാണ് അത് നടത്തുന്നവര് രണ്ട് കക്ഷികളും കരുതുക. അതുകൊണ്ട് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പീസ് ടോക്ക് അവിടെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് കരുതാൻ പറ്റുന്നില്ല. പിന്നെ ഈ വാറുകളൊക്കെ പുതിയ ടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷനും അതിൻ്റെ പ്രൂഫും ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് നോക്കിയാൽ ഒരു ഇമ്മീഡിയറ്റ് ഒരു പീസ് അവിടെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ്. പീസ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്സ് 10% അതിൽ കൂടുതലോ ഒരുപക്ഷെ ഒരു ഷോർട്ട് ടൈമിൽ ജമ്പ് ചെയ്യാം, മുകളിലേക്ക് കയറാം. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ FMCG അല്ലെങ്കിൽ പവർ അല്ലെങ്കിൽ ഡിഫെൻസീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമേ കയറാൻ സാധ്യതയുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ Q4 പല കമ്പനികളും അതിൻ്റെ റിസൾട്ട്സ് നന്നായതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരു പിഞ്ച് ഓഫ് സോൾട്ട് വെച്ചിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഹയർ ഇൻഫ്ലേഷൻ റേറ്റ് ഓയിൽ പ്രൈസസിന്റെ ഡയറക്റ്റായിട്ട് നമുക്കത് കൂട്ടിയിട്ടില്ലെങ്കിലും ഹയർ ഇൻഫ്ലേഷനിലേക്ക് അത് നയിക്കും എന്നുള്ളത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓയിൽ കമ്പനീസ് വഴിയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് വഴിയോ അത് നയിക്കാം. അപ്പം റോ മെറ്റീരിയൽസ് വില കൂടും. അതോടൊപ്പം അത് കൺസ്യൂമറിലേക്ക് പെട്ടെന്ന് പാസ് ഓൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ Q4 ഹയർ ഇൻകം എന്ന് പറയുന്നത് അത്ര റിലയബിൾ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആവാൻ സാധ്യതയില്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറോടുകൂടി മാത്രം ചെയ്യാം. താങ്ക് യു. വീക്കെൻഡിൽ ഒരു പുതിയ പ്രൊജക്റ്റ് വരും.